കാരണം ഈ ബ്രൂട്ടൽ മർഡേഴ്സ്, തീവ്രവാദി എന്ന് പറയുന്നത് ആരാണ്? നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ നമ്മൾ പറയുന്ന RSSകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അവർക്ക് ക്രിസ്ത്യാനികളുടെയും അതുപോലെ മുസ്ലിങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാനായിട്ട്, അവരെ ഹിന്ദുക്കൾ തീവ്രവാദികളിൽ നിന്ന് RSSൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ. കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ സർ. ഹലോ. അതാണ് പറയുന്നത്. ഇവിടെ എത്ര ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടന അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള എത്ര സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ കേരളത്തിൽ ഒന്ന് എടുത്ത് നോക്കൂ. എന്നിട്ട് നിരന്തരം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നത്, അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, പറയുന്നത് ന്യൂനപക്ഷത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്താ പ്രശ്നങ്ങളുള്ളത്? ഈ ശരിക്കും മത തീവ്രവാദികൾ, നമ്മുടെ മത തീവ്രവാദികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്, മത തീവ്രവാദികൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളല്ലാതെ ക്രിസ്ത്യൻ സമുദായത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ ഇവിടെ പ്രശ്നങ്ങളില്ല. പിന്നെ ആധിപത്യമാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ആധിപത്യം, മറ്റു രീതിയിലുള്ള ആധിപത്യങ്ങൾ, ആധിപത്യങ്ങളാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സത്യമായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ തീവ്രവാദം ഇതിൻ്റെ പുറകിൽ വളർന്നു വന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് നമ്മുടെ ഇവിടെ ഓഗസ്റ്റ് 15 ആണെങ്കിലും ജനുവരി 26 ആണെങ്കിലും ഇവിടെ PYFIയുടെ ഇന്ന് നിരോധിക്കപ്പെട്ട എല്ലാവരും, ഇന്നലെ PYFI എതിർത്തിരുന്നവർ തന്നെ ഇന്ന് പറയുന്നു അത് തീവ്രവാദ സംഘടനയാണെന്ന്. അവരുടെ സൈനികമായിട്ടുള്ള രീതിയിലുള്ള മാർച്ചുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയുടെ കൂടെ ഒരു പ്രാവശ്യം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റെ കുടുംബത്ത് വരുന്ന സമയത്ത് തോക്കിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ട് മാർച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇന്ന് തോക്കിൻ്റെ മോഡൽ ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കൂ? എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ന് തോക്ക് ഡമ്മി തോക്കാണെങ്കിൽ നാളെ ഒറിജിനൽ തോക്ക്, എന്ത് മനോഭാവമാണോ ഈ മനുഷ്യരിൽ നമ്മൾ വളർത്തുന്നത്? അപ്പം നമ്മൾ ഭാരതം എന്ന് പറയുന്നത്, നമ്മൾ ഭാരത സംസ്കാരം എന്താണ് സഹിഷ്ണുത എന്ന് പറഞ്ഞിടുന്നിട്ട് നമുക്ക് കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ അഭിമാനിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ തെറ്റുകൾ തെറ്റായിട്ട് നമ്മൾ കാണാനായിട്ട് നമ്മൾ തയ്യാറാവണം. അല്ലെ സാർ, ഒരു കാര്യം, താങ്കൾ സർവീസിലിരിക്കുമ്പോൾ സമാനമായിട്ടുള്ള തീവ്രവാദ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ അത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ തലപ്പത്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ, അവർക്ക് ഇത്തരം സംഘടനകളുമായിട്ടുള്ള ആഭിമുഖ്യം, അടുപ്പം, അതിൻ്റെയൊക്കെ പുറത്ത് പ്രമാദമായിട്ടുള്ള ഇത്തരം തീവ്രവാദ കേസുകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. അതൊരു പക്ഷേ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും. മാറി വന്ന സർക്കാരുകൾ, ഇടത് വലത് മുന്നണി സർക്കാരുകൾ ഇത്തരം കേസുകൾ അവധാനതയോടെ കൈകാര്യം ചെയ്തില്ല എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അത് ശരി തന്നെയല്ലേ? വലിയൊരളവോളം. കാരണം അത് ആ സമയത്തെ നുള്ളിക്കളയാമായിരുന്നു, തുടക്കത്തിലെ കളയാമായിരുന്നു, അതില്ലാതാക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ശക്തമായ നടപടികളോ ഇടപെടലുകളോ അന്ന് ഉണ്ടായില്ല. അതും ഒരു തരത്തിൽ ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? ഞാൻ എല്ലാ പാർട്ടികളിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരായിട്ട് വളരെ അടുത്ത് ആഴത്തിൽ ഇടപഴകിയിട്ടുള്ള ആളാണ്. ഒരാളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായം അന്ന് തന്നെ അവരുടെ പാർട്ടി വേദികളിലോ സംഘടനാ വേദികളിലോ പറയാതെ അവര് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്. അവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ സിമി ക്യാമ്പ് പാനായിക്കുളം തൊട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ കേസ് വെറുതെ വിട്ടുപോയെങ്കിലും അതിൻ്റെ മാനിപ്പുലേഷൻ തന്നെ വളരെ പ്രകടമായിട്ടുള്ള
ഒരു തെളിവാണ് ആദ്യത്തെ ഒരു കേസ്. അതിനുശേഷമുള്ള കേസുകളെല്ലാം ഇൻഫോർമേഷൻ കിട്ടിയെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാണ്ട് ഏറ്റവും അവസാനം ആ ഇൻഫോർമേഷൻ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആലുവയിൽ നിന്ന് ഇന്റേണൽ സെക്രട്ടറിയുടെ DYSP പോയിട്ട് അന്ന് കോട്ടയത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത ഇൻഫോർമേഷൻ അന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം അത് അന്ന് കാണിച്ച നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം കൊണ്ട് അത് പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അതെല്ലാം തെളിയിക്കപ്പെട്ട സംഗതികളാണ്. അന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദികൾ വരെ, സിമിയുടെ തീവ്രവാദികൾ കേരളത്തിൽ വന്ന് ആ തീവ്രവാദികൾ ക്യാമ്പുകളിൽ പങ്കെടുത്തു. എന്നിട്ട് അതിന് പോലും വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാനായിട്ട് അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തയ്യാറായില്ല. ആരാണ് ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത്? ഇത് ഒരു കാര്യമുണ്ട്. ഇതിനകത്തെല്ലാം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ട് എത്ര കേസുകളിൽ നിന്ന് നടപടി എടുത്തിട്ടുണ്ട്? നേരത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അത് തന്നെയാണ് ചോദിച്ചത്. അതായത് തീവ്രവാദ ബന്ധമുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള പല ഉദ്യോഗസ്ഥരും ഉണ്ട്. പക്ഷേ അവർക്കെതിരെ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. ആ കൃത്യസമയത്ത് നടപടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ അവിടെയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അവിടുത്തെ PFIയുടെ പ്രവർത്തകനാവട്ടെ, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകനാകട്ടെ, ഇത് ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികളായിരുന്നില്ലേ? ഇന്റലിജൻസ് ഉണർന്ന് അവിടെ പ്രവർത്തിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇന്റലിജൻസിന്റെ ഇൻഫോർമേഷൻസ് ഒന്നും അതൊക്കെ വേണ്ടത്ര ഗൗരവത്തോട് കൂടിയിട്ട് നമ്മുടെ പോലീസ് സംവിധാനം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അതിനൊരു കേസിന്റെ സാധാരണ ഫോർമാലിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു സക്സസ്ഫുൾ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു, അവരെ ശിക്ഷിക്കും എന്നുള്ളത് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ആശ്വാസം കൊള്ളുക, അതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. അതിലെന്താ അർത്ഥം? ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമായിരുന്നു. അതാണ് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം.